2 റക്അത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷം ഉണ്ടാകാൻ ലിൽ ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകാൻ ഉപകരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം. വളരെ എളുപ്പത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ചെറിയൊരു സൂറത്ത് നിസ്കാരത്തിൽ ഓതിയാൽ മതി. അതോടൊപ്പം തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാനുള്ള ഒരു ഇസ്മും കൂടെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. മഹാന്മാർ പറഞ്ഞ നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച് മഹത്തുക്കൾ പറയുന്നുണ്ട് ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനൊക്കെ ഉപകരിക്കുന്ന പല നിസ്കാരങ്ങളെ സംബന്ധിച്ചും സുന്നത്തായ കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ ദിക്റുകൾ ദുആകളൊക്കെ മഹാന്മാർ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു 2 റക്അത്ത് നിസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ, നമുക്കൊക്കെ ചെയ്യാൻ എളുപ്പമുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ്. മറ്റു ആളുകളൊക്കെ ചെയ്തു നോക്കാം. ജീവിതത്തിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരാൻ, സാമ്പത്തികമായ വലിയ ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉപകരിക്കുന്ന മഹത്തായ നിസ്കാരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായി കേൾക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകൾക്ക് അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷം നൽകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പല സംഗതികളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. വിഷമങ്ങൾ പറയുന്നവരുണ്ട്, സന്തോഷങ്ങൾ അറിയിക്കുന്നവരുണ്ട്, പല ആളുകളും പ്രശ്നപരിഹാരങ്ങൾ തേടുന്നവരുണ്ട്. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, വിഷയങ്ങൾ പറയാൻ ഇൻഷാ അല്ലാഹ് കഴിയുന്ന പരിഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാം. ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദ് ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു എന്ന് വിളിച്ചിട്ട് അതിൻ്റെ സന്തോഷം അറിയിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, കേൾക്കുമ്പോൾ നമുക്കൊരു റാഹത്താണ്. നമ്മൾ കാരണം ഒരാൾക്കൊരു സന്തോഷം കിട്ടിയത് അങ്ങനെയാണ്. ഇത് സാലു സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഈ ദുനിയാവും അതിലുള്ള സകലതും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രയും വലിയൊരു അമലാണല്ലോ നമ്മളതിനൊരു കാരണമാകുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ദ്വാരക്ക, ഈ ചെയ്തു കൊടുത്ത ആളുകൾക്കൊക്കെ അതിന് പെട്ടെന്ന് ഫലം കിട്ടണമെന്ന് നിങ്ങളും ആത്മാർത്ഥമായി ദ്വാരക്ക. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. ഞാൻ 2 റക്അത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതൊക്കെ നീങ്ങിയിട്ട് ജീവിതത്തിൽ ഗിന, ഐശ്വര്യം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വലിയ മെച്ചമുണ്ടാകണം, റാഹത്ത് ഉണ്ടാകണം, കച്ചവടത്തിലും അല്ലെങ്കിൽ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ ഉയർച്ച ഉണ്ടാകണം, സമ്പത്തിൽ ഉയർച്ച ഉണ്ടാകണം, സാമ്പത്തികമായി നല്ല മെച്ചം ഉണ്ടാകണം, ഇസ്സത്ത് വർദ്ധിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതായത് നല്ലൊരു ജീവിതം ഈ ദുനിയാവിൽ കിട്ടണം എന്നാഗ്രഹിക്കുക. ദുനിയാവ് മാത്രം പോരട്ടോ, നമുക്ക് ആഖിറത്തിൽ നല്ല ജീവിതം കിട്ടണം. അല്ലാഹു അങ്ങനെ തരട്ടെ. അപ്പോൾ ദുനിയാവിൽ നമുക്ക് നല്ല ജീവിതം കിട്ടുമ്പോൾ, സമ്പത്ത് അധികരിക്കുമ്പോൾ അതിലുള്ള ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇല്ലേ. സാധുക്കളെ സഹായിക്കാൻ, ദീനിനെ സഹായിക്കാനൊക്കെ നമുക്ക് ഉപകരിക്കും ഇല്ലേ. ഒരുപാട് നന്മകൾക്ക് അവസരം കിട്ടും. അപ്പോൾ അക്കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അമലാണ് എന്ത് പറയാൻ പോകുന്നത്. സൊല്ലി ലൈലത്തുൽ ജുമുഅത്തി റക്അത്തൈനി. ലൈലത്തുൽ ജുമുഅത്ത് അതായത് വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഹാന്മാർ പഠിപ്പിച്ചിരുന്നത്. 2 റക്അത്ത് നിസ്കാരം സൊല്ലി ലൈലത്തുൽ ജുമുഅത്തി റക്അത്തൈനി. 2 റക്അത്ത് നിസ്കാരം വെള്ളിയാഴ്ച രാവ് എന്ത് ചെയ്യുക, വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള രാത്രി 2 റക്അത്ത് നിസ്കരിക്കുക. തഖറഉ ഫീ കുല്ലി റക്അത്തിൻ ബഅദൽ ഹംദി സൂറത്ത് അലം നശ്റഹ് 7 മർറാത്തിൻ. ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതിയ ശേഷം സുന്നത്തുകളൊക്കെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് നിസ്കരിക്കണേ. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ നിസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്യുക, നിസ്കാരത്തിലേക്ക് ഉള്ള സുന്നത്തിൻ്റെ നിയ്യത്ത് വെച്ചതിന് ശേഷം കൈ കെട്ടി വജ്ഹത്ത് ഓതണം, അഊദ് ഓതണം, ബിസ്മി ഓതണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സുന്നത്തുകളൊക്കെ കൃത്യമായി എടുത്തുകൊണ്ടാവണം ചെയ്യേണ്ടത്. 2 റക്അത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്ത് എന്ത് ചെയ്യാം, ഓതാം 7 തവണ ഓതാം. അലം നശ്റഹ് ലക സദ്റക തുടങ്ങുന്ന ചെറിയ സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ഇനി അറിയത്തില്ല എങ്കിൽ നോക്കി ഓതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. 7 തവണ എന്ത് ചെയ്യുക, 2 റക്അത്തിൽ ഓതണം. ആദ്യത്തെ റക്അത്തിലും ഈ 7 തവണ ഓതണം. രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 7 തവണ ഓതണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ആയത്ത് നിങ്ങളൊന്ന് കുറിച്ച് വെക്കാം. ഈ ആയത്ത് ഓതണം കേട്ടോ. ഓതണ്ടാണ് സൂറത്തു സ്വാദിലെ ആയത്താണ്. സ്വാദ് സൂറത്തിലെ ആയത്താണ്. ഈ ആയത്ത് 1 തവണ ഓതിയാൽ മതി. ഏതാണ് ആയത്ത്? أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما ബൈനഹുമാ فليرتقوا في الأسباب. ഇതും ഒന്ന് എഴുതി വെച്ചിട്ട് നോക്കി ഓതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഒരു പേപ്പറിൽ മറ്റോ എഴുതി വെച്ചാൽ എന്ത് ചെയ്യാം, നമുക്കത് നിസ്കാരത്തിൽ നോക്കി ഓതുന്നൊരു കുറ്റമൊന്നുമില്ല. വലിയ അനക്കമൊന്നും ഇല്ലാതെ 3 തവണ ഒന്നും അനങ്ങാതെ എന്ത് ചെയ്യുക, പതിയെ നോക്കി ഓതിയാൽ മതി. ഈ 2 ആയത്തുകൾ ഓരോ തവണ വീതം എന്ത് ചെയ്യുക. ഇത് സൂറത്തു സാദിലെ 9, 10 ആയത്തുകളാണ്. ഈ ആയത്തുകൾ ഓരോ തവണ ഓതുക ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നിസ്കാരം നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഖുൽ നീ പറയണം. എത്ര തവണ? 1000 തവണ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് പറയണം യാ വഹാബ് എന്ന ഇസ്മ. വഹാബ് എന്ന ഇസ്മ ചൊല്ലി തീർക്കാൻ വളരെ എളുപ്പമാണ്, വലിയ സമയമൊന്നും വേണ്ട. യാ വഹാബ് യാ വഹാബ് യാ വഹാബ് എന്നൊക്കെ വളരെ എളുപ്പത്തിൽ 100, 200 ഒക്കെ തീരെ നമ്മൾ അറിയ പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ യാ വഹാബ് എന്ന ഇസ്മ
ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, 1000 തവണ ചൊല്ലി തീർക്കുക. ആ ചൊല്ലി തീർത്തതിന് ശേഷം ഉത്തുലുബ് ഹാജത്തക്ക്, നിന്റെ ആവശ്യത്തെ നീ റബ്ബിനോട് ചോദിക്കുക. എന്താണോ ആവശ്യം അത് അള്ളാഹുവിനോട് നീ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫതനാലഹ ഇൻഷാ അല്ലാഹ്, ഏതാണോ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിന്നിലേക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നതായി കാണാം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ നിസ്കാരത്തിന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 7 തവണ എന്ത് ചെയ്യുക, അലം നശ്റഹ് സൂറത്ത് ഓതുക. അതിനുശേഷം അം ഇൻദഹും ഖസായിനു റഹ്മത്ത് റബ്ബിക തുടങ്ങിയ സൂറത്ത് സ്വാദിലെ 9-10 ആയത്തുകൾ ഓരോ തവണ ഓതുക. ശേഷം റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, എഴുന്നേറ്റ് വന്ന് 2ാമത്തെ റക്അത്ത് നിസ്കരിക്കുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വീണ്ടും 7 തവണ അലം നശ്റഹ് സൂറത്ത് ഓതുക. ഈ പറഞ്ഞ സൂറത്ത് സ്വാദിലെ 9-10 ആയത്തുകൾ ഓതിയതിനു ശേഷം സാധാരണ പോലെ നിസ്കാരം പൂർത്തിയാക്കി ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം, 1000 തവണ യാ വഹാബു എന്ന ഇസ്മ, യാ വഹാബു എന്ന് ചൊല്ലിയാൽ മതി. യാ വഹാബു, യാ വഹാബു, യാ വഹാബു, യാ വഹാബു, ഇങ്ങനെ 1000 തവണ ചൊല്ലിയ ശേഷം ഉത്തുലുബ് ഹാജത്തക്ക്, നിന്റെ ആവശ്യം എന്താണോ അത് റബ്ബിനോട് നീ ചോദിക്കാം. എന്താവശ്യമാണ് മനസ്സിലെ മുറാദ് അത് റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം കിട്ടാൻ, ജീവിതത്തിൽ വലിയ ഉയർച്ച കിട്ടാൻ, സമ്പത്ത് ലഭിക്കാനൊക്കെ നീ ആഗ്രഹം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം അള്ളാഹു നിന്നിലേക്ക് പൂർത്തിയാക്കി തരുന്നതാണ്. നീ ചോദിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് എത്തിച്ചു തരുന്നതാണ് എന്ന് മഹത്തുക്കൾ വിശദീകരിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ 2 റക്അത്തല്ലേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് റബ്ബിനോട് പറയാൻ പറ്റിയ വഴികളാണ് നിസ്കാരങ്ങൾ. നിസ്കാരത്തിൽ ഒരു അടിമ അള്ളാഹുവിനോട് അടുക്കുന്നത് പോലെ മറ്റൊരു സമയത്തും അടുക്കുന്നില്ല. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ എന്നാണ്. ഒരു അടിമ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന, ചോദിക്കാൻ ഏറ്റവും പറ്റിയ സമയം സുജൂദിലാണ്. സുജൂദിൽ കിടന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ റബ്ബ് നൽകും ഇൻഷാ അല്ലാഹ്. റബ്ബിനോടല്ലാതെ ആരോടാണ് നമ്മൾ ചോദിക്കുക? നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ വേറെ ആർക്കാണ് കഴിയുക? നമ്മുടെ ഏത് ആവശ്യമാണെങ്കിലും പൂർത്തീകരിച്ച് നൽകുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പ്രയോജനപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അത് ഉപകരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു അമൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, അവർക്കൊക്കെ അതൊരു ഉപകാരമാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.